റിവിറ്റ് MEP മലയാളത്തിൻ്റെ 43ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് എങ്ങനെ വിൻഡോ കൊണ്ടുവരാം, അതെങ്ങനെ അലൈൻ ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി വരാൻ പോണ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോ വരെ നമ്മൾ നോക്കിയത് ഡോർ എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ ഡോർ എങ്ങനെ അലൈൻ ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ലെവൽ 2 എന്നാണ് വിൻഡോ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ലെവൽ 2ലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ആർക്കിടെക്ചറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ വിൻഡോ ഉണ്ട്. വിൻഡോ സെലക്ട് ചെയ്യണം. വിൻഡോ സെലക്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ വിൻഡോസ്, ഒരുപാട് ടൈപ്പ് ഓഫ് വിൻഡോസ് ഇവിടെ വരും. ഇത് ഡബിൾ ഡോറുള്ള വിൻഡോസ് ആണ്. അതിൻ്റെ പല വേരിയൻറ്റിലുള്ള പല സൈസിലുള്ള വിൻഡോസ് ഇവിടെ ഉണ്ട്. വേരിയൻ്റ് എന്ന് പറയാക്കില്ല, പല സൈസിലുള്ള വിൻഡോസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ടൈപ്പ് വിൻഡോ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ തന്നെ പല സൈസിലുള്ള ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ടൈപ്പ് ഒന്നുമല്ല നമ്മളെ പ്രൊജക്റ്റിലേക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഇവിടെ ലോഡ് ഫാമിലിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഡോറിലെടുത്ത കഴിഞ്ഞ വീഡിയോയിൽ ഡോറിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇന്ത്യ. ഓക്കെ, ഇതിനകത്ത് വിൻഡോ ഉണ്ടാവും. ഓക്കെ, ഇവിടെ വിൻഡോ എന്ന് പറയുന്നൊരു ഫയലുണ്ട്. ഈ വിൻഡോ സെലക്ട് ചെയ്യാം. പല ടൈപ്പ് ഫാമിലീസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിൻഡോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഇപ്പം വന്നിരിക്കുന്നത് ലോഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന വിൻഡോസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഈ ഒരു വിൻഡോ സെലക്ട് ചെയ്യാൻ പോകണം. പക്ഷേ ഇത് കൊടുക്കും. ഓക്കെ, ഈ ഒരു സൈസ് 850x900 mm ഒരു വിൻഡോയാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഇതല്ല എൻ്റെ സൈസ്. ഓക്കെ, എനിക്ക് സൈസ് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ടൈപ്പിലേക്ക് പോകും. ഓക്കെ, അതിന് മുന്നേട്ട് നമുക്ക് ഏത് സൈസാണ് വേണ്ടതെന്നുള്ള അറിയണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഡേറ്റ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പം വേണ്ടതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഡോറിൻ്റെ വിൻഡോയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഡബിൾ ഡോർ എന്ന് പറയുന്നത് 1000x1500 mm ആണ് എനിക്ക് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു സൈസിന് നമുക്ക് വിൻഡോ റീസൈസിങ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ആർക്കിടെക്ചറിൽ വിൻഡോ സെലക്ട് ചെയ്ത് വിൻഡോ സെലക്ട് ശേഷം ഞാൻ ഇതിന് എഡിറ്റ് ടൈപ്പിലേക്ക് പോയി ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ ഒരു വാല്യൂ പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ 1000x1500 1000x1500 എന്നുള്ളൊരു പേര് ഇവിടെ കൊടുത്തു. അതിനുശേഷം താഴേക്ക് വന്ന ശേഷം ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ ചേഞ്ച് കൊടുക്കാൻ പോവുകയാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1500 ആണ്. ഓക്കെ, വിഡ്ത്ത് ഞാൻ ചേഞ്ച് ചെയ്തു 1500. അടുത്ത ഇനി ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, ഞാൻ ഹൈറ്റും ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഞാനിവിടെ ആ ഒരു വിൻഡോ നമ്മളിപ്പോൾ റീസൈസിങ് ചെയ്ത ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത ശേഷം വോളിലേക്ക് കൊണ്ടുവരപ്പം തന്നെ ഇത് ഡിഫോൾട്ടായിട്ട് ഇവിടെ വരും. ഈ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് തുറക്കുന്ന കണക്ക് വരും. ഓക്കെ, എനിക്ക് അങ്ങനെയല്ല വേണ്ട, എനിക്ക് വെളിയിലേക്ക് തുറക്കുന്ന രീതിക്കാണ് വരേണ്ടത്. ഓക്കെ, ഞാൻ ഈ ഒരു വിൻഡോ ഈ ഒരു വോളിലേക്ക് വയ്ക്കുകയാണ്. ഈ വോളിൻ്റെ സെൻറ്ററായിട്ട്, അതായത് ഈ റൂമിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ വേണം. അപ്പം ഇത് വെക്കുമ്പോൾ തന്നെ ഇവിടെ കാണിച്ചിരും മെഷർമെൻറ്റ്. ഓക്കെ, ഈ രണ്ട് സൈഡിലായിട്ട് ഈക്വൽ മെഷർമെൻറ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി, വിൻഡോ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ വിൻഡോസും നമുക്കിതുപോലെ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എല്ലാം അലൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ ഡോറിൽ ചെയ്തതുപോലെ തന്നെ വിൻഡോയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെസ്റ്റ് എലിവേഷനിലേക്ക് വരികയാണ്. വെസ്റ്റ് എലിവേഷനിലേക്ക് വരുമ്പോഴേക്കും ജസ്റ്റ് ഇവിടെ വിൻഡോ വന്നിട്ടേ ഉള്ളൂ, നമ്മളിവിടെ അലൈൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഈ ഒരു വിൻഡോയുടെ ഹെഡ് ഹൈറ്റ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2100 കാരണം എന്താണ്, നമുക്കറിയാം ഇവിടെ ഡോറിൻ്റെ ഹെഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2100 അതായത് ലിൻറ്റിൻ്റെ ലെവലിലാണ് നമ്മൾ ആ ഡോറിൻ്റെ ഹെഡ് ഹൈറ്റ് വരേണ്ടത്. അതുപോലെ തന്നെയാണ് വിൻഡോയുടെയും വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഹെഡ് ഹൈറ്റ് എത്രയാണ് കൊടുക്കേണ്ടത്? 2100. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഹെഡ് ഹൈറ്റ് കൊടുക്കേണ്ടത് 2100. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഹെഡ് ഹൈറ്റിലേക്ക് വരും. ഓക്കെ, കട്ടിലെ ഹെഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബീഡിങ് പോലെ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റിയലിസ്റ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ വിൻഡോ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, 3D വ്യൂ നോക്കാം. 3D വ്യൂവിൽ റിയലിസ്റ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കളറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വിൻഡോ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ.